ഡാമിലെത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു. യെസ്, ഇന്ന് ഞാനും എൻ്റെ കൂടെ എൻ്റെ ചേട്ടായും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവാണ്. ആക്ച്വലി ഫംഗ്ഷൻ ഇന്നലെയായിരുന്നു, ഒരു ഹൗസ് വാമിങ്, അതിൻ്റെ വെഞ്ചിപ്പൊക്കെ ഇന്നലെയായിരുന്നു. നമ്മൾക്ക് ഇന്നാണ് ക്ഷണം. നമ്മൾ കുറച്ച് സലാലയിലുള്ള ഒരു ചേട്ടൻ്റെ ഫാമിലിയുടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സലാല ഫാമിലി ഇന്നാണ് കൂടുന്നത്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പോണ വഴിക്ക് നമ്മുടെ ഒരു വേറെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കല്യാണ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ്റെ. അപ്പോൾ അവനെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഗിഫ്റ്റ് മേടിക്കണം, എന്നിട്ട് വേണം പോകാനായിട്ട്. ആമ്പല്ലൂരാണ് കേട്ടോ കല്യാണം, സോറി ഹൗസ് വാമിങ്. അപ്പോൾ പോലെ ചേട്ടായി ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ കടയിൽ കയറി ഗിഫ്റ്റ് വാങ്ങി. ഗിഫ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വാങ്ങിയത്. നമ്മൾ എന്താ പറയുക, ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് നല്ലതല്ലേ. അത് കൊടുക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ അതാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്. ഇനി നമ്മൾ സാധനം വാങ്ങിയാമോ? ജോമോപ്പേരാ അപ്പം നിങ്ങൾ വിചാരിക്കും ജോമോൻ അതാരാണ് കാത്തിരുന്ന് കാണാം. പക്ഷേ ജോമോൻ ഇത്ര വലിയ ഇൻട്രോ കൊടുക്കേണ്ടതെന്ന് ജോമോൻ പോലും അറിയണില്ല. ഓക്കെ, വരട്ടെ. പിന്നെ വേറെ നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വേറെ ചാനുണ്ട്. അത്രയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, ഇന്നലെ ആയിരുന്നു ശരിക്കും. അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാം അവിടെ കഴിഞ്ഞു. എന്താണ് നമ്മൾ അവിടെ 3 വാവകളുണ്ട്. അവരെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഫാമിലി ഫുൾ കാണാൻ. ചേട്ടയെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ ടൈം എടുക്കുമോ? ഇവിടെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ നമ്മൾ പറഞ്ഞ ജോമോൻ വന്നിരിക്കുകയാണ്. ഹായ് ജോമോൻ, പറയ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറയണ്ടേ എന്തൊക്കെയാണ് വിശേഷം? ജോമോൻ സ്ഥലത്തിലാണ്. കേരളത്തിൽ വന്ന് എന്തൊക്കെയുണ്ട്? പെരുന്നാൾ കൂടിയോ? അവിടത്തെ വേറെ പള്ളിയിലൊക്കെ പെരുന്നാൾ കൂടിയോന്ന്? ഒരു കല്യാണ തിരക്കിലാണ്. ഓക്കെ, അപ്പോ എക്സൈറ്റഡ് ആണ് ഇപ്പോഴത്തെ ഹൗസ് വാമിങ്ങിന്. എന്ത് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെ, അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കുന്നവരുടെ അടുത്തേക്ക് കൊണ്ടൊക്കെ സംസാരിക്കാം. ലിയ ചേട്ടനെ സംസാരിക്കാം. ഈ ചേട്ടന്മാരൊക്കെ സലാലല്ലേ സംസാരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ പാവപ്പെട്ടവരുടെ വ്ളോഗിലൊന്നും സംസാരിക്കില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ സലാല ഫ്രണ്ട്സ് കുറേ ശേഷം. പിന്നെ ഹലോ, ഇത് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണോ? ഈ ചേട്ടനറിയോ? ഹലോ, സമ്മതിക്കൂല. 2 ബ്ലാക്ക് കാറ്റ്സ് അതിരിക്കുകയാണ്. അപ്പൊ നമ്മള് വീട്ടിലെത്തിരിക്കുകയാണ്. സൂപ്പർ വീടാണ്ട് വീട് കാണിക്കാം. ഇതാണ് വീട്ടിലാണ് ലിയോ ചേട്ടൻ. നമ്മുടെ ലിയോ ചേട്ടൻ പിള്ളേരാണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇവരെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സെറ്റായിട്ടിരിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാട്ടെ ബാക്കിയൊക്കെ. ഭയങ്കര സൗണ്ട്. ഉറങ്ങാനാ? അടുത്താളെ ഉറങ്ങാന് ഉറക്കം കഴിയുമ്പോൾ കാണിച്ചു തരാട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവരിപ്പോ പോവും. അന്ന് ഇവർ പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. പോണില്ല. ഇതിവിടെ നമുക്ക് ഫ്രണ്ട്സ് ആട്ടാ. പേരാ ഷാനിറ്റ്. കണ്ടാൽ ഇപ്പൊ എന്തോ കോളേജിൽ പഠിക്കാൻ തോന്നുമെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഗൈസ്. പിന്നെ ഹസ്ബൻഡ് ആണ്ടാ. അല്ല, നമ്മുടെ ചാനൽ കണ്ടിട്ടില്ല ഇവര്, അതുകൊണ്ട് ഇത്ര ഫോമിൽ അവിടെ കണ്ടെങ്കിൽ ഇത്ര അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടേ? വേണ്ട, ഇഷ്ടമുള്ളവർ ചെയ്തോളും, കുഴപ്പമില്ല. ഓക്കെടാ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ആള്, ലിയോ ചേട്ടെ. ആളുടെയാണ് വീട്. അടിപൊളി വീട് പുറത്തുനിന്ന് കണ്ടപ്പോ തന്നെ. ഇനി അകത്ത് നമ്മൾ കാണട്ടോ. റിച്ചോ ചേട്ടാ അവിടെ പുലിയാണെന്നാണ് ഇവര് പറഞ്ഞു കേട്ടത്. എന്താ പറയാനുള്ളത്? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ. കിട്ടിയോ ഇല്ല? പറ, എന്തുണ്ട് വിശേഷം? ഓ, ലിയോ ചേട്ടന് ഫുഡ് എന്താ? ചിക്കനും ബീഫും, ചോറല്ല, ബിരിയാണി, ചോറ്. അപ്പൊ ഗൈസ്, നമ്മളിത് പെരതാമസൊക്കെ കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലിയോ ചേട്ടാ വീടൊക്കെ സെറ്റ് കൊള്ളാം ചേച്ചി. അപ്പൊ നമ്മളിനി എവിടേക്ക് പോണേ? ചിമ്മിനി ഡാം. അപ്പൊ തൊട്ടടുത്താണെന്ന് പറഞ്ഞേ. അപ്പൊ നമ്മള് ഡാമിലൊക്കെ ഒന്ന് കറങ്ങി ചുമ്മാ കണ്ടൊക്കെ തിരിച്ചു പോകാൻ വിചാരിക്കണം. പിന്നെ ഡാമിൽ പോയിട്ട് വിശേഷങ്ങൾ പറയാം. എല്ലാരും പറയും എന്തെങ്കിലുമൊക്കെ. ഹായ് കൊടുത്തോ? ബായ് കൊടുത്തോ? അപ്പൊ നമ്മൾ ചിമ്മി ഡാമിൽ എത്തിയിരിക്കുകയാണ്.
ഉഷാറായിട്ടാ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി. വാ നടക്ക്. ചിമ്മിനി ഡാമിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. മുന്നേ വന്നിട്ടുള്ളവർ കമന്റ് ബിലോ. എങ്ങനെയുണ്ട്? കലയുന്നുണ്ടോ? എങ്ങനെയാണ്? അടിപൊളിയാണോ? അടിപൊളി. ബാക്കിന്ന് ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വ്ളോഗ് എടുത്ത് മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ തിരക്കുണ്ട് കേട്ടോ. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് അത്ര ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നോക്കാം. ഇനി അവിടെ എത്തിയിട്ട് ഡാം കാണിച്ചു തരാം അല്ലേ? എന്താ പറയാ? അതെ. ഓക്കെ വാ. ഡാമിൽ എത്തിയിരിക്കുകയാണ്. വെള്ളം നല്ല വെള്ളമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നല്ല വെയിലുണ്ട്. ഇപ്പൊ എത്ര മണി? 3:30 ആ ടൈമാ. അവിടെ കാണാൻ നല്ല രസം കേട്ടാ. വ്യൂ കൊള്ളാം. എനിക്ക് ഇഷ്ടമായി. ആരൊക്കെയോ വന്നവരാരും തിരിച്ചു വരുന്നില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര വെയിലുണ്ട്. വെയില് മോട്ടിവേഷൻ. അതെ. അപ്പൊ നമ്മള് ഹലോ സർ. അപ്പൊ നമ്മള് ചിമ്മിനി ഡാമൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ അവിടെ ആന ഇറങ്ങിയെന്ന് വന്നപ്പോൾ കേട്ട് തുടങ്ങി നമ്മൾ റിച്ചോർച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ വഴിക്ക് പോകാൻ പറ്റില്ല, ഏതോ വഴിക്കൊക്കെ മാറിപ്പോന്നൊക്കെ പറയണേ. ചിമ്മിനി ഡാമിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. നമ്മളൊരു ഹൗസ് വാമിങ്ങിന് വന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇനി തിരിച്ച് കുറച്ച് തട്ടി വീടുകളിലൊക്കെ കയറിയിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ സംസാരിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ സ്ഥലയിലുള്ള ഫ്രണ്ട്സിനും ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാം. അപ്പൊ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഡാമിനെ കുറിച്ച്? എങ്ങനെയുണ്ടായി? ഇവരൊക്കെ വെള്ളത്തിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. വെള്ളത്തിരി കുറവുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2 ബക്കറ്റ് വെള്ളം കുറവുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. ഞാൻ പറയുന്നത് കേൾക്കുന്നത് അറിയില്ല. വൈകിട്ടെടുത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഓക്കെ ഷട്ടർ തുറന്നിട്ടില്ല, വാൽവ് തുറന്നിട്ടുണ്ട്. അപ്പൊ ആ കാഴ്ച കൂടി കണ്ടിട്ട് പോകാൻ വിചാരിച്ചത്. അടിപൊളിയല്ലേ? അപ്പൊ ഓക്കെ, ശരിക്കും പോയി.